SFIയുടെ പ്രതിഷേധം എന്തായാലും അവിടെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നു. ഇർഫാൻ, പറയാമോ? തീർച്ചയായും ദേശീയഗാനം നടക്കുന്നതുകൊണ്ടാണ് ഒരല്പം തടസ്സം നേരിട്ടത്. പ്രിയ, പ്രതിഷേധം കനക്കുമ്പോൾ പ്രകോപനപരമായി പരാമർശങ്ങൾ നടത്തി വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുമ്പ് നടത്തിയത്. മാധ്യമപ്രവർത്തകരോട് ഗെറ്റ് ലോസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്താക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, മിഠായി തെരുവിൽ ഞാൻ 2 മണിക്കൂറോളം നടന്നു, ഏത് മാധ്യമപ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത് റിപ്പോർട്ട് ചെയ്യാൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഗുണ്ടകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. വീണ്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ചാൻസലർ ആയ നിങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഗുണ്ടകൾ എന്ന് പറയാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ പ്രതിഷേധിക്കുന്ന SFIക്കാരെയാണ് താൻ ഗുണ്ടകൾ എന്ന് വിളിച്ചത് എന്നാണ് ഗവർണർ തിരിച്ചടിച്ചത്. താങ്കൾക്ക്, ചാൻസലറായ താങ്കൾക്ക് എങ്ങനെയാണ് ഗുണ്ടകളെന്ന് അവരെ വിളിക്കാൻ കഴിയുക? പ്രതിഷേധിക്കുന്ന, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന SFI പ്രവർത്തകരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണ്ടകളെന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ കഴിയുക എന്ന എൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഗെറ്റ് ലോസ്റ്റ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതായത് മാധ്യമങ്ങൾ കടക്കുപുറത്ത് എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം മുമ്പ് പറഞ്ഞത്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. വളരെ പ്രകോപനപരമായ രൂപത്തിലുള്ള ഒരു പരാമർശങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതികരണമാണ് ഒരു ഗവർണറും അതോടൊപ്പം തന്നെ ചാൻസലറും കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഉണ്ടായത്. പ്രിയ, ഇത് വളരെയധികം പ്രതിഷേധം തന്നെയാണ് എന്ന രൂപത്തിൽ, പ്രതിഷേധാർഹം തന്നെയാണെന്ന രൂപത്തിൽ തന്നെയാണ് SFI പ്രതികരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ഈ കാലിക്കറ്റ് ക്യാമ്പസിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആ പ്രതിഷേധം ജനാധിപത്യ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത്. ഇന്നലെ ബാനർ ഉൾപ്പെടെ അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിച്ചു കെട്ടിയ ബാനർ ഉൾപ്പെടെ ഗവർണറും അതോടൊപ്പം തന്നെ ചാൻസലറും കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ വലിച്ച് പുറത്ത് കളയാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നമുക്കിവിടെ കാണാവുന്ന പോലെ തന്നെ ഇത് ഒരു കാവ്യവൽക്കരിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നമുക്ക് വന്നു കയറുന്ന ഈ ഹോളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വീതിയിലേക്ക് അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ കാഴ്ചകളിലേക്ക് കാണാൻ കഴിയുന്നത് BJPയുടെ കൊടിക്ക് സമാനമായ രൂപത്തിൽ അലങ്കരിച്ചിട്ടുള്ള കുങ്കുമവും പച്ചയും കൊണ്ടുള്ള തോരണങ്ങൾ മാത്രമാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആർച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആർച്ച് കാവ്യ നിറത്തിലുള്ള തുണി കൊണ്ടാണ് ആർച്ച് കെട്ടിയിരിക്കുന്നത്. സംഘവൽക്കരിക്കാനുള്ള ശ്രമം തന്നെയാണ് ചാൻസലറും ഗവർണറുമായ ലഭിച്ചിരുന്നു. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തന്നെ സംഘപരിവാർ പ്രവർത്തകരുടെ എസ്കോർട്ട് ഗവർണർക്കുണ്ടാകും. അവർക്കൊപ്പം കഴിഞ്ഞ ദിവസം BJP നേതാക്കളുമായിട്ട് രഹസ്യ യോഗവും നടത്തി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയ, സംഘപരിവാർ പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു നാടകം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാലും അതിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിരവധി സംഘപരിവാർ പ്രവർത്തകരാണ് അകത്തും പുറത്തുമായി തടിച്ചുകൂടിയിട്ടുള്ളത്. ഈ ഹാളിന് അകത്ത് പൂർണ്ണമായും സംഘപരിവാറിന്റെ പ്രവർത്തകരും നേതാക്കളും തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ABVPയുടെയും യുവമോർച്ചയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും RSSന്റെയും ഒക്കെ പ്രവർത്തകരാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷവും തടിച്ചുകൂടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടി തോരണങ്ങൾ വലിച്ചു കെട്ടി BJPയുടെ പരിപാടി നടക്കുന്നത് പോലെയുള്ള തോരണങ്ങളാണ് ഇവിടെ മുഴുവൻ വലിച്ചു കെട്ടിയിട്ടുള്ളത്. നേരത്തെ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന RSS നേതാക്കളുമായും അതോടൊപ്പം തന്നെ BJP നേതാക്കളുമായും ചർച്ച ചെയ്തതിന് ശേഷം ആണോ അദ്ദേഹം ഇത്തരത്തിലൊരു പരിപാടിക്ക് ഇറങ്ങിയത് എന്ന് പോലും സംശയിക്കുന്ന അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിരവധി പരാമർശങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും അദ്ദേഹം നടത്തിയത്. സൗമ്യനായി തുടങ്ങിയെങ്കിലും അതിനുശേഷം വളരെ ആക്രോശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ചാൻസലറായിട്ടുള്ള ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇത് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ഈ ഒരു സീൻ വഷളാക്കാൻ വേണ്ടി തന്നെയാണ്, ഇവിടുത്തെ സാഹചര്യം വഷളാക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കും എന്നുള്ള സംശയം ജനിപ്പിക്കും വിധമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. തൊട്ടപ്പുറത്ത് ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറം അല്ലെങ്കിൽ 200 മീറ്ററിന് അപ്പുറമായി SFI പ്രവർത്തകർ ജനാധിപത്യ രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ചാൻസലറായ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചാൻസലർ എന്ന പദമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അവരെല്ലാവരും സംഘി ചാൻസലർ ഗോ ബാക്ക്,
സംഗീത് ചാൻസലർ വാപ്പസ് ജായേ എന്ന മുദ്രാവാക്യമാണ് അവിടെ എല്ലാം മുഴക്കുന്നത്. അക്കാദമിക് ലെവലിൽ അക്കാദമിക തലത്തിൽ ചാൻസലർ എടുക്കേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്ന കൂടി ഒരു ആരോപണം കൂടി ഇപ്പോൾ SFI മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനിൽ ഉണ്ടാവുന്നത് എന്നാണ് SFIയുടെ പ്രധാന ആരോപണം. ഈ രൂപത്തിൽ തന്നെയാണ് അവർ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം SFI പ്രവർത്തകർ ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കണ്ടതാണ്. എന്നാൽ പ്രകോപിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ തന്നെയാണ് ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ളത്. പ്രിയ.